നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഹൈക്കോടതി റിപ്പോർട്ട് തേടി. പരാതിക്കാരനും നോട്ടീസ്. ശ്വേതാ മേനോൻ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത് എന്തെല്ലാം? നീലിമ, ശ്വേതാ മേനോനെതിരായിട്ടുള്ള കേസിന്റെ എല്ലാ തുടർ നടപടികൾക്കുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ നൽകിയിട്ടുള്ളത്. ഈ വരുന്ന മാസം, അതായത് സെപ്റ്റംബർ 23 വരെയാണ് സ്റ്റേയുടെ കാലാവധി. ശ്വേതാ മേനോൻ നൽകിയ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് PG അരുണിന്റെ ആ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രധാനമായിട്ടും ചില നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് ശ്വേതാ മേനോൻ ഉന്നയിച്ച എല്ലാ വാദഗതികളും പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. അതുമാത്രമല്ല, എറണാകുളം CJM കോടതി നിയമ നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഇത്തരത്തിൽ ഒരു കേസെടുക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ എറണാകുളം സെൻട്രൽ പോലീസിന് നൽകിയത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ നിലവിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഹൈക്കോടതി രജിസ്ട്രി മുഖാന്തരമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. അതുകൂടാതെ എറണാകുളം സെൻട്രൽ പോലീസും റിപ്പോർട്ട് നൽകണം. ഏത് സാഹചര്യത്തിലാണ്, അതായത് ഈ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഇക്കഴിഞ്ഞ 30-ാം തീയതി, അതായത് ജൂലൈ 30-ാം തീയതി എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതാ മേനോനെതിരെ കേസെടുത്തത്. അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് പോലീസ് നൽകേണ്ടത്. മജിസ്ട്രേറ്റ് കോടതി നൽകേണ്ടത് ഈ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് അതിനുശേഷം എടുത്തിട്ടുള്ള നടപടികൾ, അതിൽ നിയമാനുസൃതമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഒരു വിശദീകരണം നൽകേണ്ടത്. എന്തായാലും നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ പാലിക്കാതെയാണ് CJM കോടതി സ്വകാര്യ അന്യായം ഫയൽ സ്വീകരിച്ചുകൊണ്ട് ശ്വേതാ മേനോനെതിരെ കേസെടുക്കാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെ ശ്വേതാ മേനോനെതിരായിട്ടുള്ള കേസിന്റെ തുടർ നടപടികൾ അത് സ്റ്റേ ചെയ്യുന്നു എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. ഇനിയുള്ളത് ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതായത് ശ്വേതാ മേനോന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ കേസ് അപ്പാടെ തള്ളണം, അതായത് ഈ FIR റദ്ദാക്കണം. ഒപ്പം തന്നെ നിലവിൽ ഈ സാഹചര്യത്തിൽ, അതായത് ഈ പറയുന്ന പരാതിക്കാരന് ചില ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി, സ്വകാര്യ അന്യായം ഫയൽ ചെയ്തുകൊണ്ട് തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ FIRന് നിലനിൽപ്പില്ല, അത് റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യമായിട്ട് ശ്വേതാ മേനോൻ ഉന്നയിച്ചിരുന്നത്. ഇടക്കാല ഉത്തരവെന്നുള്ള രീതിയിൽ, അതായത് ഇടക്കാല ആവശ്യമെന്നുള്ള രീതിയിലാണ് സ്റ്റേ മുന്നോട്ട് വെച്ചത്. എന്തായാലും അത് ഹൈക്കോടതി അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ശ്വേതാ മേനോന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ശ്വേതാ മേനോൻ ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ കഴമ്പുള്ളതാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതിനിടെ തന്നെ നീലിമ, മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അതായത് ശ്വേതാ മേനോനെതിരെ സ്വകാര്യ അന്യായം CJM കോടതിയിൽ ഫയൽ ചെയ്ത മാർട്ടിൻ മേനേശ്ശേരിക്കെതിരെ ഒരു പരാതി എറണാകുളം സെൻട്രൽ പോലീസിൽ എത്തിയിരിക്കുകയാണ്. ചലച്ചിത്ര നിരൂപകനായിട്ടുള്ള സുധീഷ് പാറയിലാണ് പരാതിക്കാരൻ. പ്രധാനമായിട്ടുള്ള പരാതിയിലെ ആക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോൺ സൈറ്റുകൾ പ്രചരിപ്പിച്ചു. അതുകൂടാതെ ഹൈക്കോടതി പരിസരത്ത് നിന്ന് ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോകളൊക്കെ തന്നെ അത് കാണുകയും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില പ്രവൃത്തി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി എത്തിയിരിക്കുന്നത്. ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമം ഈ പറയുന്ന സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത മാർട്ടിൻ മേനേശ്ശേരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് സെൻട്രൽ പോലീസിൽ നൽകപ്പെട്ടിരിക്കുന്ന പരാതി. എന്തായാലും ശ്വേതാ മേനോൻ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ മാനനഷ്ടത്തിനുള്ള കേസ് ഫയൽ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നീലിമ, ഏതായാലും വലിയ നിയമ പോരാട്ടങ്ങൾക്കാണ് ശ്വേതാ മേനോന്റെ കേസ് വഴിതെളിച്ചിരിക്കുന്നത്.